നമുക്കൊരു ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. ഈ പ്രതിസന്ധികൾ വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മള് ജനിച്ച് വളർന്ന് ഇങ്ങനെ ഈ പോരുന്ന സമയത്ത് ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ കഴിവുകൾ നേടേണ്ടതുണ്ട്. ആ കഴിവുകൾ നേടേണ്ട സമയത്ത് നമുക്ക് എങ്ങനെ കഴിവ് നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലമാണ് വരിക. ഒരു പ്രോബ്ലം നമുക്ക് കിട്ടും. ആ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിന് ആ കഴിവ് നേടുക ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ആ നേടുന്നതിന് തൊട്ട് മുമ്പ് അത് നമുക്ക് വല്ലാത്ത സ്ട്രെസ് അനുഭവിച്ചൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം വളരെ കഷ്ടപ്പെട്ട് നമ്മൾ അതിനെ മറികടന്ന് പോയി കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് നമുക്ക് ഓരോ കഴിവും നേടിയിട്ടുള്ളത്. പലപ്പോഴും ഈ മദ്യപാനികളെ സംബന്ധിച്ച്, മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം ഇവര് പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഈ വലിയ പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്യാൻ നിൽക്കാതെ മെല്ലെ ഒഴിഞ്ഞു മാറി മറ്റു മേഖലയിലേക്ക് തിരിയുന്നു, മദ്യത്തിലേക്ക് തിരിയുന്നു. അപ്പൊ ഈ പ്രോബ്ലം അവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കഴിവ് നമുക്ക് അവിടെ നിന്ന് നേടിയിട്ടില്ല. അങ്ങനെ നമുക്ക് കഴിവ് നേടേണ്ട ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു മാറി എസ്കേപ്പ് ചെയ്ത് പോയത് കൊണ്ട് പ്രായം അങ്ങോട്ട് കൂടുകയും ചെയ്തു. വയസ്സ് അങ്ങോട്ട് കൂടി വന്നപ്പോഴും ആ കഴിവ്, അതായത് ഓരോ പ്രായത്തിലും നേടേണ്ട പല കഴിവുകളും നേടാതെയാണ് നമ്മൾ പലപ്പോഴും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ എത്ര വയസ്സായാലും, ഇപ്പൊ 40 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ് ഏത് വയസ്സിലായാലും ആ വയസ്സിൽ എത്തുമ്പോൾ അയാൾക്ക് നേടിയിരിക്കേണ്ട കുറേ കഴിവുണ്ട്. കാരണം അയാളൊരു കുടുംബനാഥനാണ്. മക്കളുണ്ട്, മക്കള് വലുതായിരിക്കണം, ഭാര്യയുണ്ട്, പ്രായമായ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, ജോലിയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റാതെ വരുന്നത്, ആ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവേണ്ട പല സമയത്തും നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറിപ്പോയതുകൊണ്ടാണ്. വീണ്ടും നമ്മൾ കുടിയൊക്കെ നിർത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഇത്രയും സംഗതിയിൽ വീണ്ടും നമ്മൾ ഇതിനെ ഫേസ് ചെയ്ത് ഈ പ്രോബ്ലത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കള്ളുകൂടി നിർത്തി വന്ന ആൾക്കാർ പെട്ടെന്ന് കുറെ കാലത്തേക്ക് അതിതീവ്രമായ പ്രോബ്ലമാണ് ഫേസ് ചെയ്യുക. കാരണം ഇതിപ്പോ ഒരാളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അയാൾക്കത് ചെയ്യാനുള്ള കഴിവില്ലാതെ വരുമ്പോഴാണ് അയാൾക്കത് പ്രോബ്ലം ആയി മാറുന്നത്. നമ്മളുടെ ഒരു പ്രോബ്ലം മറ്റൊരാൾക്ക് പ്രോബ്ലം അല്ല, അല്ലെങ്കിൽ വേറൊരാൾക്കുള്ള പ്രോബ്ലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. കാരണം നമുക്ക് അതിനുള്ള കഴിവുണ്ട്, അയാൾക്ക് അതിനുള്ള കഴിവില്ല, അത് സോൾവ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അയാൾ ആ ഒരു രീതിയിൽ വന്ന പ്രോബ്ലത്തെ അയാൾ മറികടന്നിട്ട് അയാൾക്ക് അതിനുള്ള കഴിവ് നേടിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള കഴിവ് നേടിയിട്ടില്ല. അല്ലെങ്കിൽ ചിലത് നമ്മൾ കഴിവ് നേടിയിട്ടുണ്ട്, പ്രോബ്ലത്തെ ഫേസ് ചെയ്ത് കഴിവ് നേടിയിട്ടുണ്ട്, അയാൾ അത് നേടിയിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഏത് വയസ്സിലായാലും കൂടി നിർത്തി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് ഈ പ്രോബ്ലത്തെ, നേരത്തെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോബ്ലത്തെ തന്നെ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഫേസ് ചെയ്ത് വരുന്ന സമയത്ത് ചിലര് അതിനോട് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, ചിലര് അതിനെ തട്ടി പുറകോട്ട് പോരും. അപ്പൊ പുറകോട്ട് വരുമ്പോൾ പിന്നെ അയാൾക്ക് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞ് വീണ്ടും കുടിച്ചു പോലാം. അപ്പൊ അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പടികളൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടത്, അതിന് മറികടക്കേണ്ടത് എന്നുള്ളതൊക്കെ അയാൾക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ള പ്രോബ്ലമാണ്. അതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ജീവിത പങ്കാളി എന്ന് പറയുന്നത് ഭാര്യ ആണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ഈ രണ്ട് ബന്ധം, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപാട് അതില് അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, മക്കള്, അമ്മാവൻ, അമ്മായി, ജ്യേഷ്ഠൻ, അനിയൻ ജ്യേഷ്ഠത്തി, അനിയത്തി എന്ന് പറഞ്ഞ കുറേ ബന്ധങ്ങൾ നമുക്കുണ്ട്. ഇതിൽ ഒരു ബന്ധം പോലും നമ്മൾ തെരഞ്ഞെടുത്ത ബന്ധമല്ല. അച്ഛനെ നമ്മൾ തെരഞ്ഞെടുത്തല്ല, അമ്മയെ തെരഞ്ഞെടുത്തല്ല, സഹോദരൻ സഹോദരി ഒന്നും അമ്മാവനെ അമ്മായി ഒന്നും തെരഞ്ഞെടുത്തല്ല.
നമ്മൾ ജീവിതത്തിൽ ആകെ തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് നമ്മുടെ ജീവിത പങ്കാളിയാണ്. അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ബന്ധമാണ്, മറ്റൊന്നും തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ പലപ്പോഴും പല ആൾക്കാരും ഈ തിരഞ്ഞെടുത്തത് നമ്മളാണ്. എന്നിട്ട് ഈ ബന്ധം ശരിയല്ല എന്ന ഒരു പരാതിയുമായിട്ടാണ് ജീവിത അവസാനം വരെ ചില ആൾക്കാർ പോവുക. മറ്റൊന്നും തിരഞ്ഞെടുക്കാത്ത ബന്ധ. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ നമ്മൾ തന്നെയാ. ശരിക്കും തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴാണ് അതിന്റെ പ്രശ്നം ഉണ്ടായത്. അപ്പൊ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അംഗീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, കാരണം നമ്മൾ ചെയ്ത ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം. ഈ ജീവിത പങ്കാളിയുടെ ഒരു പങ്കാളിയെ കുറിച്ച് ഒരിക്കലും ഞാനൊരു ഒരു വർക്ക് ചെയ്യിച്ചു ഒരു AI മീറ്റിങ്ങിൽ. അവിടെ ഒരു 10-50ഓളം പേരുണ്ടായിരുന്നു. അതിൽ ഭാര്യയും ഭർത്താവും എല്ലാം ഉള്ള അല്ലെന്നൊക്കെ ഉള്ളൊരു ഒരു പരിപാടിയായിരുന്നു. ഞാനൊരു 10-50 പേർക്ക് ഞാനൊരു കസ്റ്റം പേപ്പർ കൊടുത്തിട്ട് അതിൽ എല്ലാവരോടും അതിൻ്റെ അകത്ത് 30 പേരുടെ പേര് എഴുതാൻ പറഞ്ഞു. ഏറ്റവും അടുത്ത ബന്ധമുള്ള 30 പേരുടെ പേര് എഴുതാൻ പറഞ്ഞു. അതിലെ 30 പേരുടെ പേര് എല്ലാവരും എഴുതി. അതിനുശേഷം ഞാൻ പറഞ്ഞു എല്ലാവരും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ര അടുത്ത ബന്ധമല്ലാത്ത ഒരു 10 എണ്ണം വെട്ടിക്കളയാൻ പറഞ്ഞു. ആ 10 എണ്ണം എല്ലാവരും വെട്ടി, വളരെ വേഗം വെട്ടി. കുറെ ദൂരെയുള്ള കുടുംബക്കാരുടെ പേരൊക്കെ വെട്ടി. ഇനി 20 പേരാണുള്ളത്, അതിലൊരു 10 എണ്ണവും കൂടി വെട്ടാൻ പറഞ്ഞു. ആ 10 എണ്ണവും അവരിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് വളരെ വേഗം അതിനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. പിന്നെ ഒരു 10 എണ്ണം ബാക്കിയുണ്ട്, അതിലൊരു 5 എണ്ണം വെട്ടാൻ പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം അവർ അങ്ങനെ ആലോചിച്ചു വന്നു, കാരണം അത് സഹോദരനും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്, വെട്ടിക്കളയേണ്ട ഭാഗത്തുള്ളത്. ഏതായാലും അവർ ആലോചിച്ച് ഈ 5 പേരുടെ പേര് ബാക്കിയുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. അതില് ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഒന്ന് ഭാര്യയാണ്, പിന്നെ 2 മക്കളാണ്, പിന്നെ അച്ഛനും അമ്മയാണ് ബാക്കിയുള്ളത്. അതില് ഒരു 2 പേരുടെ പേരും കൂടെ വെട്ടിക്കളയാൻ പറഞ്ഞു. അപ്പോ അവര് കുറെ നേരം ആലോചിച്ച് 2 പേരുടെ പേര് വെട്ടി. ഞാൻ എല്ലാവരുടെയും പേപ്പർ പരിശോധിച്ചു. അപ്പോ അതില് ഈ 2 പേര് അച്ഛന്റെ അമ്മേന്റെ പേരാ വെട്ടിയത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് വയസ്സായി, അവരെത്ര കാലം കൂടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവരുടെ പേര് വെട്ടിക്കളഞ്ഞത്. ഇനി 3 പേരാണുള്ളത്, അതില് 2 പേരുടെ പേരും കൂടെ വെട്ടിക്കളയാൻ പറഞ്ഞു. എല്ലാവരും കുറെ നേരം ആലോചിച്ചു. മക്കളും ഭാര്യയുമാണ് കൂടെ ഉള്ളത്, ഭർത്താവും മക്കളുമാണ് കൂടെ ഉള്ളത്. അതിൽ 2 പേരുടെ പേര് വെട്ടാൻ പറഞ്ഞപ്പോ കുറെ നേരം ആലോചിച്ച് അവർ 2 പേരുടെ പേര് വെട്ടി. ഇനി ഒരാളുടെ പേര് ബാക്കിയുണ്ട്, അത് ആരുടെയാണ് എന്ന് ചോദിച്ചപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും എഴുതിയ പേര് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ജീവിതത്തിൽ ആകെ തിരഞ്ഞെടുക്കുന്ന ഒരേ ഒരു ബന്ധമുള്ള ആ ബന്ധമാണ് നമ്മൾ അവസാനം ഒരാളുടെ പേരിലേക്ക് ചുരുങ്ങിയപ്പോ ബാക്കി വെച്ചത്. അപ്പൊ എല്ലാവരോടും ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഇത്ര സ്നേഹിച്ച് വളർത്തിയ മക്കളുടെ പേരും നമ്മളെ പ്രസവിച്ച് വളർത്തിയ അമ്മയുടെ പേര് പോലും, വളർത്തി വലുതാക്കിയ അമ്മയുടെ അച്ഛൻ്റെയും പേരൊക്കെ വെട്ടിക്കളഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവര് അച്ഛൻ്റെ അമ്മേന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു. മക്കളുടെ കേസ് എന്താന്ന് പറഞ്ഞപ്പോൾ മക്കള് പ്രായമായി കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് ചിലപ്പം ആൺകുട്ടികളാണെങ്കിൽ ഭാര്യമാരുടെ കൂടെ, അതല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഭർത്താവിന്റെ കൂടെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യും. എൻ്റെ ജീവിതത്തിലെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അതെന്റെ ജീവിത പങ്കാളിയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അവിടെ സദസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരിൽ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർ 2 പേരും അത് അങ്ങനെ തന്നെയാണ് എഴുതിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു. ഒരു വലിയ ഒരു സംഭവമായിരുന്നു, എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു ഫീലിംഗ് ആണ്. ഒരുപാട് കച്ചറുണ്ടാക്കി വഴക്ക് കൂടുന്ന വീട്ടിൽ പോലും, ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക് കൂടുന്ന വീട്ടിൽ പോലും എഴുതിയത് ഇയാളുടെ പേരാണ് എന്ന് ആ ഭർത്താവ് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഭാര്യ അറിഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഒരേ അവസ്ഥയിൽ പ്രായമായി കഴിയുമ്പോൾ ഒരു 50-60 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥയിൽ കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ ഉണ്ടാവുന്ന ചില പാളിച്ചകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. വളരെ ചുരുക്കി വളരെ പോയിന്റുകൾ മാത്രം ഒന്ന് പറയാം എന്ന് വിചാരിക്കാം. നിങ്ങൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്താൽ മതി, അത്ര സമയമേ കിട്ടുള്ളൂ.
ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരസ്പരം ബഹുമാനിക്കുക എന്ന് പറയുന്നത്. ഈ ബഹുമാനം എന്ന് പറയുന്നത് 3-4 തരത്തിൽ വരും. ഒന്ന്, മുതിർന്നവരെ നമുക്ക് ബഹുമാനിക്കാം. നമ്മളുടെ അതേ പ്രായമുള്ളവരോട് നമുക്ക് സൗഹൃദം ഉണ്ടാവാം, നല്ല സൗഹൃദം കാണിക്കാം. അതേപോലെ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരോട് നമുക്ക് വാത്സല്യം കാണിക്കാം. ഇത് മൂന്നും ശരിക്കും പറഞ്ഞാല് പരസ്പരം ബഹുമാനിക്കുന്നതിന്റെ തുല്യമാണ്. ഈ ബഹുമാനം വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാകണം. ഈ ബഹുമാനം ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ മണ്ടൻ, പൊട്ടൻ, വിഡ്ഢി, തെണ്ടി അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയാതെ പ്രയോഗിക്കുക. അതേപോലെ കളിയാക്കുക, അവഹേളിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ഈ എന്താണ്, ഒരു ബഹുമാനമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ പരസ്പരം ബഹുമാനമുള്ള ഒരാളെ ഒരിക്കലും നമ്മൾ കളിയാക്കിയാല, ബഹുമാനമുള്ള ഒരാളെ നമ്മൾ ഒരിക്കലും അവഹേളിക്കുകയല്ല. കൊള്ളരുതാത്തവനെന്നും പിടിപ്പ് കെട്ടവനെന്നും വിവരമില്ലാത്തവനെന്നും ബുദ്ധിശൂന്യനെന്നും പറഞ്ഞ് നമുക്ക്, പൊട്ടനെന്നും പറഞ്ഞ് നമുക്ക് കളിയാക്കില്ല. അപ്പൊ അങ്ങനെ കളിയാക്കാതെയും അവഹേളിക്കാതെയും ഒക്കെ വിഡ്ഢി, തെണ്ടി എന്നുള്ള ഡയലോഗുകളൊക്കെ പറയാതെയും ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളുടെ ജീവിത പങ്കാളിയെ കുറിച്ച്. അപ്പോൾ ഏറ്റവും നമുക്കൊരു അർഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് വെക്കുമ്പോഴാണ്, കാരണം നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ച ഒരാളെന്ന നിലയ്ക്ക് അവരോട് ആ ബഹുമാനം കാണിക്കുന്നതാണ്. അങ്ങനെ കാണിക്കണമെങ്കിൽ നമുക്ക് നല്ല എളിമ ആവശ്യമുണ്ട്. അതിനാണ് നമുക്ക് ഹ്യൂമിലിറ്റി പറയുന്ന, അതിനാണ് നമുക്ക് അഹങ്കാരം, അതായത് ഈഗോ ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഞാൻ വലിയവൻ എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് ആ ബഹുമാനം ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരു കുടുംബമായിട്ട് ഒന്നിച്ച് പോവേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു എളിമ പങ്കാളിയുടെ മുമ്പിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. അതേപോലെ അതാണ് അവർക്ക് സ്നേഹമുണ്ടെന്ന് തോന്നുക. അതുപോലെ പരസ്പരം പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രണ്ടുപേരും 2 വ്യക്തികളാണ്, 2 കുടുംബത്തിലെ 2 സ്ഥലത്തെ 2 സംസ്കാരത്തിന്റെ ഉടമകളാണ്. അപ്പൊ ആ 2 സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാർ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുമ്പോൾ തീർച്ചയായിട്ടും 2 പേർക്കും വളർന്നു വന്ന സാഹചര്യത്തിലെ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അപ്പൊ അത് എൻ്റെ കാഴ്ചപ്പാടുമായിട്ട് തികച്ചും വ്യത്യസ്തമാവാൻ സാധ്യതയുണ്ട് ഇയാളുടെ കാഴ്ചപ്പാട്. കാരണം നമ്മൾ ആകെ ഈ അറേഞ്ച്ഡ് മാരേജിനാണ് നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് അവരുടെ ബാഹ്യമായിട്ടുള്ള ഈ സൗന്ദര്യവും അവരുടെ സാമ്പത്തികാവസ്ഥയും അവരുടെ കുടുംബ മഹിമയും ഒക്കെ നമ്മൾ കണ്ടിട്ട് കല്യാണം കഴിക്കുന്നത്. അപ്പൊ കല്യാണം കഴിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് അവരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ അറിയുക. അപ്പൊ ആ പേഴ്സണാലിറ്റിയിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ചിലപ്പോൾ വിരുദ്ധമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോ അത് നന്നായി പോകണമെങ്കിൽ വേണ്ടത് പ്രധാനമായിട്ടും പൊരുത്തപ്പെടുകയാണ്. അതിന് നമ്മളോട്, അതായത് നമുക്ക് ചില കാഴ്ചപ്പാടുണ്ടാവും, നമ്മളോട് നന്നായി പെരുമാറണം, നമ്മളെ സ്നേഹിക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ത്യാഗവും സഹിഷ്ണുതയും വിശാല മനസ്സും ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക. അതിന് അവര് എങ്ങനെ ഇങ്ങോട്ട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നമുക്ക് അങ്ങോട്ട് പെരുമാറാൻ കഴിഞ്ഞാൽ അവരെ നമുക്ക് മെല്ലെ മെല്ലെ മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ കഴിയും. അതല്ല എങ്കിൽ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരു മാറണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് നടന്നു കൊള്ളണമെന്നില്ല. അതാണ് പരസ്പരം പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. അതുപോലെ പരസ്പരം അഭിമാനിക്കുക എന്ന് പറയുന്ന സംഗതി. അഭിമാനിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ജീവിത പങ്കാളി നമുക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും മികച്ച ഒരു ജീവിത പങ്കാളിയാണ് എന്ന് ഞാൻ ചിന്തിക്കുകയും അത് പങ്കാളിയോട് പറയുകയും ചെയ്യലാണ്. എൻ്റെ ഒരു അഭിമാനമാണ് നിന്നെ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഒരു അഭിമാനമാണ് എന്ന് നമുക്ക് എപ്പോൾ പറയാൻ തോന്നുന്നുവോ അന്നാണ് ശരിക്കും പറഞ്ഞാല്
ആ ബന്ധത്തിന് വലിയ ഊഷ്മളത ഉണ്ടാവുക. അങ്ങനെ അവരെന്ത് അതേ സമയം നമ്മൾ ചിലപ്പോ ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ പറയും, വേറെ ചില ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അവരെന്ത് ഭാഗ്യവാന്മാരാണ്, അവർക്കൊക്കെ നല്ല ഭാര്യമാരെ കിട്ടി, എൻ്റെ ഭാര്യ മാത്രം മോശമായി പോയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അല്ലാതെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഭാര്യമാര് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തിയാൽ ആ ബന്ധം ഊഷ്മളമായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ഈ ബന്ധം നന്നാക്കി കൊണ്ടുപോയി കഴിയുമ്പോൾ കിട്ടുന്നത് നമ്മളുടെ സന്തോഷമാണ്. അവരെ നന്നായി പോകും എന്നുള്ള ഒരു അഹങ്കാരം കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറാത്ത. പക്ഷെ അവരെ സന്തോഷിച്ചാൽ അതിന്റെ ഒരു ഗുണം നമുക്കാണ് കിട്ടുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നത്. അപ്പൊ അതാണ് പരസ്പരം അഭിമാനിക്കുക. എനിക്ക് നല്ലതാണ് കിട്ടിയത്, ഞാൻ ഏതൊരു കഷ്ടകാലം പിടിച്ച സമയത്താണ് നിന്നെ കാണാൻ വന്നത്, എനിക്ക് പറ്റിയ മണ്ടത്തരായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ ചില ആൾക്കാര് അവരോട് ഭാര്യമാരോട് പെരുമാറും. അങ്ങനത്തെ ഒരൊറ്റ ഡയലോഗ് മതി, അത് ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന ഡയലോഗാണ്. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, വേറെ എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടിരുന്നു, എന്നിട്ട് അവസാനം നിന്റെ അടുത്ത് ആണല്ലോ വന്ന് പെട്ടത്, ഞാൻ പെട്ടുപോയി, എന്ത് ചെയ്യാനാണ് എന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള സമയം ഉണ്ടാവും. അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ അത് 20 ഡയലോഗാണ്. അപ്പൊ അത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റി പറയാൻ, ആ മദ്യപാന സമയത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് മാറ്റി പറയാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ കഴിയും. അതേപോലെ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറയാതെ അറിയുക എന്ന ഒരു കഴിവും കൂടെ നമുക്ക് നേടേണ്ടതുണ്ട്. പറയാതെ അറിയുക എന്ന് പറഞ്ഞാല് അവരുടെ പങ്കാളിയുടെ പല ആവശ്യങ്ങളുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടുത്ത് ഇരിക്കുന്നതാണ് പങ്കാളിക്ക് ഇഷ്ടം എങ്കിൽ അത് പങ്കാളി പറയാതെ തന്നെ നമ്മൾ അടുത്തിരിക്കുന്നു എന്ന് കരുതുക, അവർക്ക് ഭയങ്കരമായിട്ട് ഇതാവും. നിങ്ങൾ ഇവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറയാതെ ഞാൻ ഇരിക്കണം, പങ്കാളി ഇവിടെ വന്നിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, പക്ഷെ അത് അങ്ങനെ വന്ന് ഇരിക്കുകയാണെന്ന് കരുതുക. അങ്ങനെ ആണെങ്കിൽ അത് ഭയങ്കരമായ സന്തോഷം ഉണ്ട്. അപ്പോൾ എനിക്കൊരു സ്വന്തമായി ഷർട്ട് വാങ്ങാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഷർട്ട് ഭാര്യ വാങ്ങി തന്നാൽ എന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ എങ്ങനെ ആഗ്രഹിക്കുന്നു ഒരു സാരി വാങ്ങി തന്നിരുന്നെങ്കിൽ. അപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ പറയാതെ തന്നെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അവരുടെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഇഷ്ടം പറയാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ അത് ഏറ്റവും നല്ല സ്നേഹത്തിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ചിലപ്പോൾ യാത്ര പോകുന്ന സമയത്ത് ഭാര്യ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഭർത്താവ് എങ്ങോട്ട് പോകുന്നു, അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചിലർ ക്വസ്റ്റ്യൻ ചെയ്തല്ലേ, എങ്ങോട്ടാ പോണേ, എന്തിനാ പോണേ, ആരാ കൂട്ടല്ലേ. അപ്പൊ അത് ഇഷ്ടമുണ്ട് എങ്കിൽ അത് ചോദിക്കാം, ഇഷ്ടമില്ല എങ്കിൽ അത് ചോദിക്കരുത്. അതേപോലെ തന്നെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യം പറയാനുണ്ടാവും. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാനാണ് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ചോദിക്കുകയും പറയുകയും ചോദിക്കണം. ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ചോദിക്കുകയും ചെയ്യരുത്. അപ്പൊ അത് ആണ് പറയാതെ അറിയുക എന്ന് പറയുന്ന ഒരു കഴിവിലേക്ക് നമുക്ക് ബന്ധം വളരുമ്പോഴാണ് ശരിക്കും ഈ സ്നേഹം ഉണ്ട് എന്ന് തോന്നുക. പോയി വന്നതിന് ശേഷം, യാത്ര കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം ഞാനാണ് വന്നതെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് വീട്ടിൽ വന്നിട്ട് എല്ലാം അങ്ങനെ പറയണം. അത് പറയാൻ ഞാൻ തുടങ്ങുന്നു, പക്ഷെ അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു പോയി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം വരും. എന്നോട് ഒന്നും ചോദിച്ചില്ല എന്നുള്ളൊരു സങ്കടവും വരും. എന്നാലോ ചിലപ്പോൾ എനിക്ക് ഇതൊന്നും പറയാൻ താല്പര്യമില്ല എങ്കിൽ വീട്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണെന്ന് കരുതുക, അന്നേരവും എനിക്ക് സങ്കടം വരും. അപ്പൊ ഇത് അറിയണം, അയാൾക്ക് എന്താണ് താല്പര്യമുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. മറ്റൊരു പ്രധാന കാര്യം പരസ്പരം അംഗീകരിക്കുക എന്ന് പറഞ്ഞാല് ഒരാള് അയാളുടെ സാധാരണ ജീവിതത്തില് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സാധാരണ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്.
ഇപ്പം ഭർത്താവാണെങ്കിൽ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ജോലിക്ക് പോകുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ കുറെ ജോലികൾ ചെയ്യുന്നു. ഇതൊക്കെ എല്ലാവരും അവരവർ ചെയ്യണമല്ലോ. ഇതിലിപ്പോ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ ഇതിൽ പറയാനുണ്ട്. അതായത് അയാൾ ആ പണി ചെയ്തില്ല എങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ പാചകം ചെയ്യുന്ന ഭാര്യയാണ് എങ്കിൽ ഭാര്യ ഒരു ദിവസം പാചകം ചെയ്തില്ല എന്ന് കരുതിയോ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലാവുമല്ലോ. അപ്പൊ പാചകം ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് പ്രോബ്ലം ഇല്ലാത്തത്. അങ്ങനെ സാധാരണ നിരന്തരം ചെയ്യുന്ന ഒരു ജോലിയെ നമ്മൾ ഒരു വലിയ ജോലിയായി കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. പക്ഷേ ആ ചെയ്യുന്ന പണി, കഷ്ടപ്പെട്ട് ചെയ്യുന്ന പണി നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഞാനത് അംഗീകരിച്ചു, ഞാനത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് മറ്റവർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിനാണ് അംഗീകാരം എന്ന് പറയുന്നത്. അതിന് ഇത് പറയാം, ഓ ഇന്ന് മുറിയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ, ഇന്ന് സാധനങ്ങളൊക്കെ അടുക്കി വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള കഴിവ് നിനക്ക് നല്ല കഴിവുണ്ട്, അതേപോലെ ഇന്ന് പാചകം മനോഹരമായിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ചെയ്യുന്ന പണി ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന്. അപ്പൊ നിങ്ങള് ഭർത്താവാണേലും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പണിക്ക് അങ്ങനെ ചെയ്യുന്നത് കണ്ടു, ഓഹോ അത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അംഗീകാരം എന്ന് പറയുന്നത്. ഈ സാരി ഉടുക്കുന്നു അല്ലെങ്കിൽ ചുരിദാർ ഇടുന്നു, അപ്പൊ അത് സാധാരണ ഏതെങ്കിലും ഒരു ചുരിദാർ എടുത്തിരുന്നു, പക്ഷെ ഈ ചുരിദാർ നിനക്ക് ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു അംഗീകാരമാണ്. ഇത് ഷർട്ട് നിങ്ങൾക്ക് ചേരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരം. അപ്പൊ അത് ഏതായാലും എവിടേക്കും പോകുമ്പോൾ ഷർട്ട് ഇടുകയും സാരി ഉടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിലിപ്പോ പ്രത്യേകിച്ച് എന്ത് പറയാനിരിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുക. അതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ അവരാ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു എന്നുള്ളതിന് അവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക്. അതാണ് അംഗീകാരം എന്ന് പറഞ്ഞ സാധനം. അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നല്ല, എന്നാലോ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, ഒന്നുമില്ല. അതുപോലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട അംഗീകരിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ സ്നേഹം എന്ന് പറയുന്ന സാധനം. സ്നേഹം ചിലവര് പറഞ്ഞേക്കാം അയാൾക്ക് സ്ഥിര സ്നേഹമില്ല, അല്ലെങ്കിൽ അവർക്ക് തീരെ സ്നേഹമില്ല എന്ന് പറഞ്ഞു. സ്നേഹമില്ല എന്നല്ല യഥാർത്ഥ ശരി, സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല, എന്നാലോ ഇവർക്ക് ഭയങ്കര സ്നേഹം ഉണ്ടായിരിക്കും. പക്ഷെ സ്നേഹിക്കുന്നുണ്ട്, ഉണ്ടാവുകയും ചെയ്യും, പക്ഷെ അത് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. അപ്പൊ സ്നേഹിക്കുന്നുണ്ട് എന്ന് മറ്റേ ആൾക്ക് ബോധ്യപ്പെടുന്ന കുറെ ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, 5 ലവ് ലാംഗ്വേജസ്. അതില് ആ ലാംഗ്വേജസ് നമുക്ക് ശരിക്കും തറവായിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും. അതായത് ഒന്ന്, നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയലാണ് ഒരു വലിയ എഫക്റ്റ് ഉള്ള സാധനമാണ് എന്ന് നമുക്കൊക്കെ അറിയാം, പ്രണയിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് പ്രണയമുണ്ട് എന്ന് മറ്റേ ആളോട് നേരിട്ട് പറയുക ചെയ്യാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണെന്ന് പറയാം. അപ്പൊ ആ ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ മിക്കവാറും അവരങ്ങോട്ട് പൊങ്ങിപ്പോവും. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ അങ്ങനെ ഇഷ്ടമാണ് എന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ പറയാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അതൊരു വലിയ എഫക്റ്റാണ്. അതായത് വെർബലായിട്ട്, വോക്കലായിട്ട് നമ്മൾ ഇഷ്ടം പറയുക നേരിട്ട് ഒരു കാര്യം, അതാണ് ഒരു ലാംഗ്വേജ്. രണ്ടാമത്തത് ക്വാളിറ്റി ടൈമാണ്. അതായത് നമ്മൾ വീട്ടിലൊക്കെ ഒന്നിച്ച് ഇരിക്കുക, ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുക, ഒന്നിച്ച് യാത്ര പോവുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് ഒരു ജോലി ചെയ്യുക, ഒന്നിച്ച് ചോറുണ്ടാക്കുക, ഒന്നിച്ച് കറി ഉണ്ടാക്കുക, ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയം അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഒപ്പം ഉണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ അത് സ്നേഹത്തിന്റെ ഒരു ലാംഗ്വേജാണ്. അതുപോലെ വേറെ ഒരു ലാംഗ്വേജ് ആണ് നമ്മൾ അപ്രതീക്ഷിതമായി കൊടുക്കുന്ന ചില ഗിഫ്റ്റുകൾ. ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗിഫ്റ്റ് ഒന്നും വേണമെന്നില്ല. പിറന്നാളിന്, ബർത്ത്ഡേക്ക് അപ്രതീക്ഷിതമായി കൊടുക്കുന്ന ഗിഫ്റ്റുകളാവാം. ബർത്ത്ഡേക്ക് അല്ലാതെ തന്നെ നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയി വരുമ്പോൾ
നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങിയിട്ട് ചെറുതായാലും വാങ്ങി കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് കരുതുക. അപ്പൊ അതൊരു ഭയങ്കരമായ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. കാരണം ഇത്രയും ദൂരത്ത് 2 ദിവസം യാത്രയ്ക്ക് പോയപ്പോഴും എന്നെ ഓർത്തു എന്ന് ഉള്ളതിന്റെ ഒരു തെളിവാണ് ഒരു സംഗതി വാങ്ങിക്കൊണ്ട് തരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ നിന്റെ കാര്യം ഓർത്ത് ഞാൻ ഇത് നിനക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചു ഞാനിത് വാങ്ങി എന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പം 10 രൂപയുടെ സാധനമായിരിക്കും ഉണ്ടാവുക. അത് മതി. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നത് ചിലപ്പോൾ മിഠായി ആണെങ്കിലും മതി. അത് കൊണ്ടേ അപ്രതീക്ഷിതമായി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തു പോയിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും എന്നെ ഓർത്തു എന്ന് പങ്കാളി ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു സാധനമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ. അതായത് അതുപോലെ തന്നെ ഈ ബർത്ത്ഡേ, അതുപോലെ തന്നെ വിവാഹ വാർഷികം തുടങ്ങിയിട്ടുള്ള സമയങ്ങളിലൊക്കെ അവര് അറിയാതെ അവര് പറയാതെ അവർക്കൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഒരു ലാംഗ്വേജ് ആണ്. അതുപോലെ ഉള്ള മറ്റൊരു ലാംഗ്വേജ് ആണ് ഈ ടച്ചിങ് എന്ന് പറയുന്നത്. ചേർത്ത് പിടിക്കുക, കൈ കൊടുക്കുക എന്നുള്ള ഹസ്തദാനം പോലും വന്നിട്ടുള്ളത്, സ്നേഹപ്രകടനത്തിന് വന്നിട്ടുള്ളത്, ഷേക്ക് ഹാൻഡ് വന്നിട്ടുള്ളത് നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക എഫക്റ്റാണ് മറ്റേയാളുടെ ദേഹത്ത്. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ എടുക്കും, തോളത്ത് അല്ലെങ്കിൽ എളിയിലേക്ക് എടുക്കും. അപ്പൊ അത് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടി വലിയ കുട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും. അങ്ങനെ തോളത്ത് കൈ, സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ തോളത്ത് കൈയിട്ട് നടക്കും, കൈ കോർത്ത് പിടിച്ച് നടക്കും, തോളത്ത് കൈയിട്ട് പിടിച്ച് നടക്കും, ഇതൊക്കെ ചെയ്യും. അത് അങ്ങനെയൊക്കെ കാണിക്കുന്നത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. അപ്പൊ നമ്മൾ വീട്ടില് ഈ പങ്കാളിയെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ചേർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞ സംഗതികളൊക്കെ ഈ സ്നേഹത്തിന്റെ ഒരു ഇതാണ്. ഉമ്മ കൊടുത്തോളന്നില്ല, ചേർത്ത് പിടിക്കുക, കൈ കൊടുക്കുക, ഒന്ന് തൊടുക എങ്കിലും ചെയ്യുക, അത് ഒരു വലിയ ലാംഗ്വേജസ് ആണ്. അപ്പൊ അങ്ങനത്തെ ചില സ്നേഹ പ്രകടനങ്ങളെ കുറിച്ച് നമുക്ക് ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് നമ്മൾ സ്നേഹം ഉള്ളിൽ വെച്ച് എന്നാൽ അത് മറ്റവർക്ക് മനസ്സിലാവാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് വലിയൊരു ചെലവില്ലാതെ ചെയ്യാവുന്ന ചില സംഗതികളാണ്. അതുപോലെയുള്ള മറ്റൊരു സംഗതിയാണ് നമ്മൾ ഈ ഏകാധിപത്യം ഉപേക്ഷിക്കുക. ഏകാധിപത്യം വെച്ചാൽ നമ്മള് ഭാര്യമാര് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാല് ഉടമസ്ഥനല്ല നമ്മള്. ഭാര്യയുടെ ഉടമസ്ഥനല്ല നമ്മള്. ഭർത്താവിന്റെ എന്താ പറയാ, ഭർത്താവ് ഭാര്യയുടെ ഉടമസ്ഥനല്ല, ഭാര്യ ഭർത്താവിന്റെ ഉടമസ്ഥനല്ല. മറിച്ച് കാര്യസ്ഥനാവുക. ഉടമസ്ഥനല്ല, കാര്യസ്ഥനാവുക. പങ്കാളിയുടെ കാര്യസ്ഥനാവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് മെച്ചമുണ്ട്. അതായത് ഞാൻ പറയും, ഞാൻ തീരുമാനിക്കും എന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഇത് ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമ്മളത് പരിഗണിക്കുന്നതേയില്ല. അവരും ഒരു വ്യക്തിയാണ്, അവർക്കും ചില ദൗർബല്യങ്ങളും ഒക്കെയുള്ള ആളാണ്. അതുകൊണ്ട് അവരുടെ ഈ ദൗർബല്യങ്ങളെ ഞാൻ എന്താ പറയാ, ആധിപത്യം സ്ഥാപിക്കുമ്പോൾ നമ്മൾ മിക്കവാറും മറ്റേ ആളുടെ ദൗർബല്യങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയും. അത് കഴിയില്ല, അതിന് പറ്റില്ല, അതിന് കുറവുണ്ട്, ഇതിങ്ങനെ കുറവുണ്ട് എന്നുള്ള സംഗതിയെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാനുള്ള പ്രവണത കാണിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് ആ ബന്ധത്തിൽ വല്ലാത്ത വിള്ളലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ മുന്നിലാണ് നിൽക്കുന്നത്, എല്ലാത്തിലും മുന്നിലാണ്. മറ്റവര് മോശമാണ് എന്ന് തെളിയിക്കാൻ അവരുടെ കുറെ ദൗർബല്യങ്ങളെ നമ്മൾ മുന്നിട്ട് പറയേണ്ടി വരും. അപ്പോ ചില ആൾക്കാര് ഇങ്ങനെ പറയുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന സമയത്ത് ആ ബന്ധമാണ് വഷളായി പോകുന്നത്. അവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ അഹങ്കാരം, നമുക്ക് മറ്റെവിടെയെങ്കിലും ഒക്കെ അഹങ്കാരം കാണിക്കും. നമ്മൾ ചിലപ്പോൾ വലിയ വലിയ ഉദ്യോഗസ്ഥനായിരിക്കാം, ഭാര്യയ്ക്ക് ഒരു ഉദ്യോഗം ഉണ്ടാവില്ല.
ഭാര്യ വീട്ടമ്മയായിരിക്കാം, നമ്മൾ വലിയൊരു ഉദ്യോഗസ്ഥൻ, ഇപ്പൊ ഒരു കലക്ടർ ആണെന്ന് കരുതുക. അയാള് വീട്ടിൽ വന്നിട്ട് അയാൾ കളക്ടർ അഹങ്കാരം കാണിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ജീവിത പങ്കാളിയുടെ അടുത്ത് അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ റിലേഷൻഷിപ്പ് നന്നായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഹങ്കാരമില്ലാത്ത നമ്മൾ ഏത് നല്ല പൊസിഷനാണെങ്കിലും പങ്കാളിയുടെ അടുത്ത് നമ്മൾ ഭാര്യയും ഭർത്താവും എന്നുള്ള ഒരൊറ്റ ഡെസിഗ്നേഷനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ ഞാൻ പറയും, നീ കേട്ടാ മതി, ഞാൻ തീരുമാനിക്കും, ഞാൻ വലിയവൻ എന്നുള്ള ഒരു ചിന്തയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അവിടെ ഉണ്ടാവേണ്ട ചിന്ത നമ്മൾ എന്നൊരു ചിന്തയാണ്. വി, അയ്യോ യു മാറി വി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവേണ്ട അതാണ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ഇത്. പ്രത്യേകിച്ച് ഉദ്യോഗ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം രണ്ടുപേരും ഒരേ ലെവലിലുള്ള ഉദ്യോഗം അല്ല എങ്കിൽ, എന്റെ ഉദ്യോഗമാണ് മികച്ചതെന്നും നിന്റെ ഉദ്യോഗവും നിന്റെ പരിപാടി ഇപ്പൊ വളരെ മോശമാണെന്നും ചിലപ്പോ പറയാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരാൾ ഹൈസ്കൂൾ ടീച്ചറാണ്, ഇപ്പൊ എനിക്ക് മാഷ്മാരായതുകൊണ്ട് അങ്ങനെ അറിയുള്ളൂ. ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, ഭർത്താവ് ഭാര്യ പ്രൈമറി സ്കൂൾ ടീച്ചറാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇയാൾ പറയും, നീ ഈ LP സ്കൂളിൽ എന്നാ പഠിപ്പിക്കാനാ, എന്നാ കുട്ടികൾ അവിടെ വരുന്നെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചിലപ്പോൾ കുറച്ച് കാണുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണമാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ രണ്ടു കൂട്ടരും തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. അതുപോലെ ഈ വീട്ടില് നമ്മൾ പലപ്പോഴും സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഒരു ഇരട്ട മുഖമുണ്ട്. ഇരട്ട മുഖം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ളൊരു പ്രയാസവും വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോഴോ നമ്മളൊരു അങ്ങാടി ചെല്ലുമ്പോഴോ ഇതൊന്നും ആരെയും കാണിക്കില്ല. അവിടെയൊക്കെ നമ്മളൊരു ചിരിച്ച മുഖമായിട്ട് നമ്മൾ വേറെ ഒരു രീതിയിലാണ് അവിടെ പെരുമാറുക. എന്നാൽ നമ്മൾ യഥാർത്ഥ നമ്മൾ അതല്ല. അതേപോലെ നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് അത്ര നല്ലതല്ല. കാരണം ഒരു ഇരട്ട മുഖം, അതായത് മുഖം മൂടി വെച്ചുകൊണ്ടുള്ള ഒരു പെരുമാറ്റം അല്ല യഥാർത്ഥത്തിൽ വീട്ടിൽ വേണ്ടത്. പച്ചയായ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മളൊരു യഥാർത്ഥത്തിലുള്ള നമ്മളെ കുറിച്ച് വീട്ടുകാർക്ക്, നമ്മുടെ പങ്കാളിക്ക് അറിയുന്ന തരത്തിലാണ് നമ്മൾ പെരുമാറുന്നത് എങ്കിൽ അതായിരിക്കും കുറേം കൂടി നല്ല പെരുമാറ്റം എന്ന് പറയുന്നത്. ഒരു കളിക്കൂട്ടുകാരെ പോലെ. കൂട്ടുകാരെന്താണ് സാധാരണ ചെയ്യുക, അതുപോലെ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് അടിക്കുകയും ഇടിക്കുകയും വഴക്ക് കൂടുകയും ഒക്കെ ചെയ്യും. എന്നാൽ സൗഹൃദം വിടാതെ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ആ തരത്തില് നമുക്ക് ബന്ധങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട സംഗതിയായിരിക്കും. അതുപോലെ ഇപ്പൊ ഞാൻ മുമ്പ് എടുത്തിരുന്നു ആശയവിനിമയ ശേഷി എന്നുള്ളതിലേക്ക് പരസ്പരം സംസാരിക്കുക, നമ്മൾ തുറന്നു പറയുക, അതുപോലെ തന്നെ മറ്റേ ആള് പറയുന്നത് കേൾക്കാൻ നിൽക്കുക, അത് നല്ലപോലെ ശ്രദ്ധിക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് മറ്റേ ആൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ അത് കേൾക്കുക. അങ്ങനെ കേൾക്കുകയാണ് എങ്കിൽ കുറേയും കൂടി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ ഉള്ള ഒരു പ്രധാന കാര്യം, പങ്കാളിയെ കുറിച്ച്, നമ്മുടെ ജീവിത പങ്കാളിയെ കൂട്ടി നമ്മൾ വേറെ വഴിക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഭാര്യേന്റെ ചില ചെറിയ കുറവുകൾ അങ്ങോട്ട് പറയും. ഓ അവളെ ഒന്നും കൊള്ളിയല്ല, അവള് ഒരു സാധനം ചെയ്യല, അവളെ നേരത്തെ എഴുന്നേൽക്ക പോലില്ല, അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവില്ല, തുണി തയ്ക്കാനൊന്നും അവൾക്കറിയില്ല എന്ന ചില പരാമർശങ്ങൾ തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചിലപ്പോൾ പറയും. അത് അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്താണെന്ന് പറയുകയാണെങ്കിൽ അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പങ്കാളിയെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് മോശം പറയാൻ പാടില്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്ന ശേഷം നമ്മൾ അടുത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും, അവര് വരുമ്പോ
അവരുടെ അടുത്ത് നമുക്ക് ഒരു ആളാവാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് അവളെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരടുത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് താഴ്ത്തി പറയും. എന്നിട്ട് നമ്മൾ പരസ്പരം തമാശയാണ് എന്നുള്ളതിന്റെ പേരിൽ അത് ചിരിക്കുകയും ചെയ്യും. ഭയങ്കര ചിരിയെന്ന് ചിരിക്കും. അപ്പൊ നല്ലൊരു കോമഡി പറഞ്ഞതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ആ കോമഡി മറ്റേയാളെ ഹെർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ ചിലപ്പം പരിശോധിക്കാറില്ല. ഒരുപക്ഷെ ഇവര് പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്, അവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞിങ്ങനെ അതിന് ഞാൻ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് ചോദിച്ച് ചിലപ്പോൾ നമ്മളതിനെ തമാശയായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ അത് മറ്റേ ആൾക്ക് വല്ലാതെ ഹെർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നില്ല. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നില് മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച് ഒരു കാരണവശാലും കുറച്ച് സംസാരിക്കരുത്. നേരിട്ട് അവളോട് പറഞ്ഞാൽ പോലും, നിനക്ക് എങ്ങനെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ പോലും മറ്റേ ആളുടെ അടുത്ത് ഇവരെ കുറിച്ച് നന്നാക്കിയാണ് പറയേണ്ടത്. അങ്ങനെ നന്നാക്കി പറയുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിന് ഭയങ്കര ഊഷ്മളത ഉണ്ടാവും. അല്ലെങ്കിൽ അത് എത്ര നല്ല ബന്ധമാണെങ്കിലും പൊളിഞ്ഞു പോകാനുള്ള സാധ്യത ഈ ഒരൊറ്റ കാരണം കൊണ്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരണ്ട എന്ന് ഭാര്യ ആരോടെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ ആലോചിച്ച് നോക്കുക. ആരെങ്കിലും വന്നാൽ അയാളോട് ഇവളുടെ കുറ്റം പറഞ്ഞു കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പം വരണ്ടാന്ന് പറയണത്. അയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ടായില്ല, മറ്റേയാളും ഇങ്ങോട്ട് വരണ്ട, അയാളും ഇങ്ങോട്ട് വരണ്ട എന്ന് ഒക്കെ പറയുന്നത്. അപ്പൊ അതേസമയം നേരെ തിരിച്ചാണ്, അപ്പൊ അയാൾ വന്നോട്ടെ എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ നേരെ തിരിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോ അതാണ് പറഞ്ഞത്, പങ്കാളിയെ കുറിച്ച് മറ്റുള്ളവരെ അടുത്ത് നമ്മൾ യാതൊരു കാരണവശാലും കുറച്ച് സംസാരിക്കരുത്. അതേപോലെ നമുക്ക് ബഹുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ് പങ്കാളിയുടെ വീട്ടുകാർ. അവരുടെ അച്ഛനുണ്ടാവും, അമ്മ ഉണ്ടാവും, സഹോദരൻ ഉണ്ടാവും, അനിയത്തിയൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മെല്ലെ ഒന്ന് അവഹേളിച്ച് ചിലപ്പോൾ സംസാരിക്കാൻ സാധിക്കും. നിന്റെ അച്ഛനോ, അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ അമ്മ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, നിന്റെ ആങ്ങള എങ്ങനെയാണ്, എന്റെ അനിയത്തി അതെങ്ങനെയാണ്, അവരെങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്ന് സാധാരണ നമ്മൾ പറയുന്ന ഒരു തമാശക്കായിട്ടാണെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു ഡയലോഗാണ്. ചിലപ്പോ ഈ ഭാര്യ തമാശക്കായിട്ടാണെങ്കിലും ചിലപ്പം നമ്മളുടെ കൂടെ അത് പറയാൻ കൂടുകയാണെങ്കിൽ നമ്മളത് കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യും. പക്ഷെ ഒരു കാര്യം ഓർക്കുക, എൻ്റെ അച്ഛനെ കുറിച്ചും എൻ്റെ അമ്മയെ കുറിച്ചും എൻ്റെ സഹോദരന്മാരെ കുറിച്ചും ആരെങ്കിലും മോശം പറയുന്നത് സഹിക്കാനുള്ള ശക്തി നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇനി ആര് പറഞ്ഞാലും ശരി നമുക്കത് സഹിക്കാനുള്ള ശക്തിയില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുടെ വീട്ടുകാരെ ബഹുമാനിക്കാൻ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാര്യയോട് കൊടുക്കുന്ന ഏറ്റവും നല്ല ബഹുമാനത്തിന് തുല്യമായിരിക്കും. അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അവരുടെ അവർക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവാം. അവർ ചിലപ്പോൾ നമ്മള് ചിലപ്പോൾ മോശം ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരാഗ്രഹിക്കുന്നത് അവരോടുള്ള ബഹുമാനമാണ് എങ്കിൽ ആ ബഹുമാനം നമ്മളും ബഹുമാനിക്കുകയാണ് എങ്കിൽ ഈ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ മറ്റൊന്നുള്ളത് ഈ പരസ്പരം വിശ്വാസം അർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരാള് ഭർത്താവ് എങ്ങോട്ടും പോവുകയാണെങ്കിൽ എന്തിനാ പോയത്, എങ്ങനെയാ പോയത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് വിശ്വസിക്കുക, അല്ലാണ്ട് വേറെ മാർഗമില്ല. അപ്പൊ ഭാര്യ എങ്ങോട്ടാണ് പോണത് അതല്ല എന്ന് ആ വിശ്വാസം പ്രമേയമാണ് കൊണ്ടുവരണമെങ്കിൽ അതോടുകൂടി ആ ലൈഫ് മോശമാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു അവിശ്വാസം വന്ന് പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഭാര്യയ്ക്ക് ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി സംശയം വന്നു എന്ന് കരുതുക. അപ്പൊ ഒരു ചെറിയ സംശയമാണെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സംശയത്തിന്റെ മുകളിൽ വീണ്ടും സംശയം വന്ന് അതിന്റെ അന്വേഷണമൊക്കെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം വളരെ പെട്ടെന്ന് വഷളാവും. അപ്പോ നമ്മൾ പൂർണ്ണമായും അവരുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അവരുടെ ഒരു പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യാത്ത രീതിയിൽ അവരെ അങ്ങോട്ട് വിശ്വസിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അവരുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാവുക. ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലി പൂർണ്ണമായും കൃത്യമായി ചെയ്യുമെന്നും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുമെന്നും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നും അങ്ങോട്ട് വിശ്വസിക്കുക. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല നിലയിലാണ്, ബന്ധങ്ങളൊക്കെ നല്ല നിലയിലായിരിക്കുമെന്ന് വിശ്വാസം
പ്പിക്കാതെ നമ്മളെപ്പോഴും ഈ ചെക്ക് ചെയ്യുന്ന ഒരു രീതി സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബന്ധം സ്വാഭാവികമായിട്ടും വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയുള്ള മറ്റൊരു സംഗതിയാണ് നമ്മൾ ഈ നന്മകൾ കാണുക എന്നുള്ളത്. ഈ എല്ലാ വ്യക്തികൾക്കും നമുക്കറിയാം, ഇതിന്റെ രണ്ട് ടയർ പോലെയാണ്. നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, സത്യവും മിഥ്യയും എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനത്തിനും രണ്ട് വശമുണ്ട്. അപ്പോൾ നന്മയും തിന്മയും ഉണ്ടാവും. അത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. നമുക്കും ഉണ്ട്. കുറേ നല്ല കാര്യം ഉണ്ടാവും, കുറേ നല്ല കാര്യം ഉണ്ടാവും, കുറേ മോശ കാര്യം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഏതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ബന്ധം നിൽക്കുക. നമ്മൾ ഭാര്യയുടെ തിന്മകളല്ലേ, മോശം കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവും, എല്ലാ സ്ത്രീകൾക്കുണ്ടാവും, എല്ലാ പുരുഷന്മാർക്കും ഉണ്ടാവും. അപ്പൊ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത്? മോശം കാര്യങ്ങൾക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് വളരും. അപ്പൊ മോശം കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ മോശം കാര്യങ്ങൾ ഇങ്ങനെ വളർന്നിരിക്കും. നമ്മൾ നല്ല കാര്യത്തിലാണ് ഫോക്കസ് ചെയ്തെങ്കിൽ ആ നല്ല കാര്യം വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴാണ് സന്തോഷമുള്ള ഒരു കുടുംബമായി മാറുക. പക്ഷേ നമ്മൾ ഈ ഒരു മോശം കാര്യം കൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ മോശം കാര്യം എടുത്തിട്ട് അതിനെ പറയുന്നത്, നീ മേലാൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ആ മോശം കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഒഴിവാവുക അല്ല ചെയ്യുക, വേറെ ഒരു മോശം കാര്യത്തിൽ പുതിയൊരു മോശം കാര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ചെയ്യുക. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ എത്ര നല്ലത് ചെയ്താലും ഇയാളത് കാണൂല, 100 നല്ലത് ചെയ്താലും ഒരു മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഇയാൾ കാണുള്ളൂ. അതുകൊണ്ട് ഇയാളുടെ ഇനി അടുത്ത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവസാനം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം എന്ന് പറയുന്നത്, വളരെ കുറഞ്ഞ കാലമല്ലേ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നുള്ളൂ, അവരിൽ കാണുന്ന ചില നന്മകളെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക. അത് നമ്മൾ അവരോട് പറയുക, നല്ലത് കാണുക, പറയുകയും ചെയ്യുക. അവരുടെ അടുത്ത് നിന്റെ ആ ഒരു കഴിവ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, ആ ഒരു സംഗതി നന്നായിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അംഗീകാരം കൊടുക്കാൻ കഴിയും. അതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, പറയാതെ അറിയുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അടുത്തിരിക്കാനാണ് ഇഷ്ടമെങ്കിൽ അടുത്തിരിക്കുക, യാത്ര പോയിട്ട് വരുമ്പോൾ ചോദിക്കാനാണ് ഇഷ്ടമെങ്കിൽ ചോദിക്കുക എന്ന് പറഞ്ഞത് അറിയാം. അതേപോലെ തന്നെ ഈ പങ്കാളിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട്, അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. ആ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അത് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു കാര്യം. ഇപ്പോ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയും. ഇപ്പം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് പോയിട്ട് ഒരു സിഗരറ്റ് വലിച്ചിട്ട് വന്ന് കിടക്കാന്ന് കരുതും. അപ്പോൾ ഈ സിഗരറ്റിന്റെ മണം ഭാര്യയ്ക്ക് തീരെ പറ്റാത്തൊരു അലർജിയുള്ള സംഗതിയാണ് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ ആ സിഗരറ്റ് വലിച്ചിട്ട് ആണ് ഭാര്യയുടെ അടുത്ത് വന്ന് കിടക്കുന്നത് എങ്കിൽ അത് അവർക്ക് തീരെ ഇഷ്ടമില്ല, അതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയാൽ നീ അത് പറഞ്ഞത് കൊണ്ടാണ്, നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുത്തുക കൂടെ ചെയ്യുകയാണ് എങ്കിൽ ആ ബന്ധം വളരെ ഭംഗിയായിട്ട് പോകും. അതേസമയം ഞാൻ ഇനിയും വലിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, നീ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നിച്ചൊരു കട്ടിലാണ് കിടക്കണമെങ്കിൽ മറ്റേ അത് ഉറക്കം പോലും വരികയില്ല. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതേപോലെ ഇഷ്ടമില്ലാത്തതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ മെല്ലെ 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 ഈ ബന്ധം അകന്നകന്നകന്നങ്ങോട്ട് പോകും, രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകും. പിന്നെ ഒരു എന്താ പറയാ, വീട്ടിൽ ഒന്നിച്ച് കഴിയുന്നുണ്ട് എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് മാറും. അപ്പോൾ അടുപ്പം കുറയും ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ. അപ്പൊ മദ്യപാനം ആയാലും ശരി, മദ്യപാനത്തിന്റെ കേസ് അങ്ങനെ തന്നെയാണ്. മദ്യപാനം ഭാര്യയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു, അപ്പൊ അതിനകത്ത് നമ്മൾ വിട്ടു നിൽക്കുന്നു. അതേപോലെ മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ, തീരെ അങ്ങോട്ട് പിടിക്കാത്ത കാര്യം ഉണ്ടാവും, അതാണെങ്കിൽ അതിനകത്ത് വിട്ടു നിൽക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും, നമുക്ക് സങ്കടം ഉണ്ടാവും. ഭാര്യയ്ക്കും സന്തോഷം ഉണ്ടാവും, ഭാര്യയ്ക്കും സങ്കടം ഉണ്ടാവും. രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാവുന്ന ഒരു കാരണം കൊണ്ടായിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ ആഹ്ലാദപരമായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒന്ന് പങ്കുവയ്ക്കുക. അതേപോലെ സങ്കടപ്പെട്ട കാര്യം ഉണ്ടെങ്കിലും അതും പങ്കുവയ്ക്കുക. ഇത് പങ്കുവയ്ക്കാനുള്ള കുറച്ച് സമയം
കണ്ടെത്തുന്നുണ്ട്. ഇതാണ് പ്രൈം ടൈം എന്ന് പറയുന്നത്. കുറച്ച് വീട്ടിൽ അങ്ങനെ പറയാനുള്ള കുറച്ച് സമയം കണ്ടെത്തണം. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ നമ്മൾ ഈ നെട്ടോട്ടം ഓടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാനോ കേൾക്കാനോ പോലും സമയമില്ലാത്ത ആളാണ് ഇയാൾ എങ്കിൽ ഇയാളോട് അങ്ങനെ വരും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് വരുമ്പോഴാണ് അതിന് കുറച്ചുകൂടി തീവ്രത ഉണ്ടാവുക. സന്തോഷവും സങ്കടവും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം ഈ നമ്മളൊക്കെ ചില അബദ്ധത്തിൽ ചെന്ന് ചാടും. നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അപ്പം മറ്റേ ആള് ചിലപ്പം അതേപോലെ രണ്ടു കൂട്ടരും അവര് വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ സംഭവിച്ചത്. ചിലപ്പോൾ അത് പരാജയം സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, ഞാൻ അന്നേരേ പറഞ്ഞല്ലേ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടുന്നത് ഇപ്പൊ എന്തായി? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഇങ്ങനെ ഒരു ഏടാകൂടത്ത് ചെന്ന് ചാടുമെന്ന്, പിന്നെ ഇപ്പൊ എന്തായി? ഇങ്ങനെ നമ്മൾ സാധാരണഗതിക്ക് നമ്മൾ അത് കുറ്റപ്പെടുത്താനാണ് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും ശ്രമിക്കുക. വെറുതെ ആവശ്യമില്ലാത്ത ഇപ്പൊ ഒരു കുട്ടി ഓടി ചെറിയ കുട്ടി ഓടി വീണ് കഴിഞ്ഞാല് ഈ അമ്മ എന്താണ് ചെയ്യുക? ഓടി ചെന്നിട്ട് ഈ കുട്ടീനെ അങ്ങ് എടുക്കും. ചില മിക്കവാറും അമ്മമാരോട് ഒറ്റ അടി വെച്ച് കൊടുക്കും. എന്തിനടാ വീണത് എന്ന് ചോദിച്ചിട്ടാണ്. അടി വെച്ച് കൊടുത്തിട്ട്. അപ്പൊ അവിടെ കുട്ടി ഉണ്ടാക്കി വെക്കുന്ന ഒരു ധാരണ എന്ന് പറയുന്നത് വീണതിനല്ല, ആ കുട്ടി വീഴാൻ പാടില്ല എന്നല്ല മനസ്സിലാക്കുക, ഓടാൻ പാടില്ല. ഓടിയതാണ് കുഴപ്പം എന്നാണ് കുട്ടി തിരിച്ചറിയാന്നാ പറയുന്നത്. വീണതിനാണ് അടിച്ചത് എന്നല്ല പറയുന്നത്. ഓടിയത് കൊണ്ടാണല്ലോ വീണത്. അപ്പൊ നമ്മള് ഒരു കുറ്റം പറയുന്ന സമയത്ത് അത് ആ ചെയ്ത കാര്യത്തിന് കുറ്റം പറയും. നീ ആ കാര്യം ചെയ്യുന്നില്ല എന്ന് ആണ് വരിക. മാത്രമല്ല അത് അങ്ങനെ മോശമാവുമെന്ന് വിചാരിച്ചല്ലല്ലോ ചെയ്തത്. നല്ലതാവുമെന്ന് വിചാരിച്ചാ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പോഴാണല്ലോ അബദ്ധം പറ്റിയത്. ആ അബദ്ധം പറ്റിയതിന്റെ ഒരു വിഷമം ഓൾറെഡി ഞാൻ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ തന്നെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കുറ്റപ്പെടുത്തുക കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഡബിൾ ഫീലിംഗ് ഉണ്ടാവുക. അപ്പൊ അവിടെ ചെയ്യേണ്ട ഒരു പണി എന്ന് പറയുന്നത്, ആദ്യം ചെയ്യേണ്ടത് ഒരു അബദ്ധം പറ്റി ജീവിത പങ്കാളിക്കെങ്കിൽ ആദ്യം ആ കൂടെ നിൽക്കുക. നമുക്കതിനെ പ്രോബ്ലം ഇല്ല, പ്രശ്നമാക്കണ്ട, നമുക്കതിനെ എന്താ ഫേസ് ചെയ്യാം, നോക്കാം, മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി ആ പങ്കാളിയുടെ കൂടെ ഒപ്പം നിൽക്കുക. എന്നിട്ട് പ്രശ്നമെല്ലാം പരിഹരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും വളരെ ലോഹ്യത്തില് വളരെ സ്നേഹത്തോടുകൂടി ആ പ്രശ്നം അങ്ങനെ ഉണ്ടായത് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, അപ്പൊ അത് എങ്ങനെയായിരുന്നു പരിഹരിക്കാൻ കഴിയുമായിരുന്നത് എന്ന് ചോദിച്ച് ഇനി ആ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി നമുക്കൊരു മുൻകരുതൽ എടുക്കാം. നമ്മൾ ഈ ആ ഒറ്റയടിക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചീത്ത പറയുന്നത് ഈ പ്രശ്നത്തിനെ കൊണ്ടല്ല, ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ തന്നെ കുറ്റം പറയുന്നത്. നേരത്തെ വീണ കുട്ടീനെ അടിക്കുന്നത് ഇനി ഒരിക്കലും ഓടിയിട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത്. അത് മനസ്സിലാവുന്നില്ല, അത് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ ഈ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരെ കുറ്റം പറയുകയും ചീത്ത പറയുകയും ചെയ്യുമ്പോൾ അത് അവർക്ക് മനസ്സിലാവുന്നില്ല. അത് അവർക്ക് മനസ്സിലാവുകയോ അത് അവർ മാറ്റുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഈ പ്രതിസന്ധിയെ മറികടക്കാണ്. പ്രതിസന്ധിയെ മറികടക്കാൻ ഒപ്പം നിൽക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് എനിക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഒരു ധൈര്യം. ഈ ധൈര്യമാണ് സ്നേഹമുണ്ട് എന്ന് തോന്നുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഒപ്പം ഉണ്ടാവും, കൂടെ ഉണ്ടാവും, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിരിക്കും. അതേസമയം അതേ സംഗതി വന്നു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറ്റമാണ് പറയുന്നതെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയായി പോവും.
അതുകൊണ്ട് ഞാൻ ഒരു റിസ്കും എടുക്കുകയില്ല, ഒരു പണി ഏറ്റെടുക്കുകയില്ല. കാരണം അഥവാ അതിന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ചീത്തയും കൂടെ കേൾക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും ഏറ്റെടുക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർ രണ്ടു കൂട്ടരും റിസ്ക് എടുത്ത് അവര് മുന്നോട്ട് പോകും. കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. ഇപ്പൊ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന കുടുംബത്തിൽ ഇതാണ് പരസ്പരം കുറ്റപ്പെടുത്താത്ത വീടുകളിൽ ഭയങ്കരമായിട്ട് പുരോഗതി ഉണ്ടാവും. പക്ഷെ അതേസമയം കുറ്റപ്പെടുത്തുന്ന ആളാണ് എങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ടോ തൊട്ട് ആലോചിക്കും. അത് വേണോ? എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ചീത്തയൊക്കെ എന്നെ കൊണ്ടാവില്ല. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാമെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു തോന്നല്, ദുർഘടസന്ധിയിൽ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതുപോലെ രണ്ടുപേരും അധ്വാനിച്ചു വരുന്നവരാണ് എങ്കിൽ ഭാര്യ അധ്വാനിച്ചു വരുന്നു, ഭർത്താവ് അധ്വാനിച്ചു വരുന്നു, സാമ്പത്തികം കൊണ്ടുവരുന്നു. ഈ സാമ്പത്തികം ചെലവാക്കുന്ന കാര്യത്തില് ആരാണ് കൂടുതൽ ചെലവാക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ പ്രശ്നമുണ്ട്. അതായത് ഒരു അച്ചടക്കം, സാമ്പത്തികമായ ഒരു അച്ചടക്കം രണ്ടു കൂട്ടരും പാലിക്കേണ്ടതുണ്ട്. കാരണം ചിലപ്പോൾ ഇങ്ങനെ നിർലോഭമായി ഇങ്ങനെ ലാവിഷായിട്ട് ചെലവാക്കുന്ന ഭാര്യ, അല്ലെങ്കിൽ ലാവിഷായിട്ട് ചെലവാക്കുന്ന ഭർത്താവ്, അങ്ങനെയൊന്നും ചെലവാക്കാത്ത ഭാര്യ, അല്ല അങ്ങനെയൊന്നും ചെലവാക്കാത്ത ഭർത്താവ് ആണ് എങ്കിൽ ചിലപ്പോൾ അവിടെ ഈ അസമത്വം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ സാമ്പത്തിക ചെലവിന്റെ കാര്യത്തില് ഒരു ഐക്യരൂപം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേം കൂടി മെച്ചപ്പെട്ട ഇതാവും. അതുപോലെ പരിഗണന ഉണ്ട് എന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കും. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പുരോഗതി നടത്തണമെങ്കിൽ ഒന്നുകിൽ ഒരു വീടിന്റെ ഒരു മുറി എടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലം ഫ്രിഡ്ജ് വാങ്ങണമെങ്കിൽ, TV മാറ്റി വാങ്ങണമെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങണമെന്നുണ്ടെന്ന് കരുതുക. അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കത് പൈസ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കൊണ്ട് വന്ന് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ നമ്മളൊരു TV വാങ്ങിക്കൊണ്ട് വരികയാണെന്ന് കരുതുക. നമ്മൾ ഭാര്യയോട് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വീട്ടിലേക്കുള്ളതാണ്, അത് എല്ലാവർക്കും കാണാനുള്ളതാണ്, നല്ലതുമാണ് എങ്കിൽ പോലും ഒരു 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 വിഷമം ബാക്കി കിടക്കും. എന്നോടൊരു വാക്ക് ചോദിച്ചില്ല എന്നുള്ളൊരു വിഷമം. കാരണം ഇതെല്ലാം ഞാൻ തന്നെ ഉപയോഗിക്കേണ്ട സാധനമാണ്, എന്റെ വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നല്ലോ, ഞാനിവിടെ കൊണ്ടുവന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടി ഡൈനിങ് ഹാളിൽ കൊണ്ട് വെച്ചിരിക്കല്ലേ TV. 10, 35, 50,000 രൂപ, 60,000 രൂപ മുടക്കിയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. എനിക്ക് പൈസ കിട്ടിയപ്പോ ഞാൻ പോയി വാങ്ങിക്കൊണ്ടു. ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, ഒരഭിപ്രായം ചോദിച്ചുകൂടായിരുന്നു. അപ്പൊ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു അഭിപ്രായം ചോദിക്കുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. അതിനിപ്പോ നമുക്ക് വ്യക്തമായ തീരുമാനം ഉണ്ടെങ്കിൽ പോലും, ശരിയായത് എന്നാണെന്ന് തീരുമാനം ഉണ്ടെങ്കിൽ പോലും, ആ തീരുമാനം എടുക്കുന്നതിൽ പങ്കാളിക്കും കൂടി പങ്കാളിത്തമുണ്ട് എന്ന് തോന്നുന്നതാണ് സ്നേഹവും അംഗീകാരവും കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. അഭിപ്രായം ചോദിക്കുക. പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു കാര്യത്തില് നമ്മുടെ നേരെ വിപരീതമായ അഭിപ്രായമായിരിക്കും മറ്റേ കക്ഷിക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരു തെറ്റൊന്നുമല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും വേണം. അതിന്റെ അർത്ഥം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളതിന്റെ അർത്ഥം അഭിപ്രായം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തെ നമുക്ക് മറികടക്കാൻ, നമുക്ക് അതിന്റെ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിച്ചാൽ നമുക്ക് ആ അഭിപ്രായ വ്യത്യാസം മാറ്റിയെടുത്ത് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ല നമ്മൾ ചോദിക്കുന്നുമില്ല, പറയുന്നില്ലെങ്കിൽ അവർ വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളതും കൂടിയെങ്കിൽ അത് വലിയ പ്രോബ്ലത്തിലേക്ക് നയിക്കും. ഒരു കുടുംബകലഹോ ഡൈവോഴ്സിലേക്ക് എത്താൻ ആ ഒരൊറ്റ സംഗതി മതി. ഒരു കാര്യവും ഞാൻ അറിയാറില്ല, എന്നോടൊരു കാര്യം ചോദിക്കാറില്ല, മൂപ്പരെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യണതാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ഞാനിങ്ങനെ കാര്യം ചെയ്യുന്നു, അതിനിപ്പോ ഞാൻ എടുക്കുന്നൊന്നുമില്ലല്ലോ, ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല, അവക്കെന്താണ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അപ്പൊ ഏതൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്കും അയാളോട് അഭിപ്രായം ചോദിക്കുമ്പോഴാണ് അയാൾക്ക് സന്തോഷം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു കമ്മിറ്റിയിലാണെങ്കിൽ പോലും, നമ്മളൊരു കമ്മിറ്റി അംഗമാണ് എങ്കിൽ ആ കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ട്. ആ അഭിപ്രായം പറഞ്ഞ് കേൾക്കാൻ അവർ തയ്യാറില്ലെങ്കിൽ നമ്മൾ ആ കമ്മിറ്റിയിൽ നിൽക്കൂല, രാജിവെച്ച് പോരും. അപ്പൊ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്. അതുപോലെ ഭാര്യ, ഞാനൊരു ഭാഗ്യവാനാണ് എന്ന് ശരിക്കും
വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പൊ മദ്യാസക്തന്മാരായ നമ്മളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ബിഗ് ബുക്ക് പറയുന്നുണ്ട്, മദ്യാസക്തന്റെ ഭാര്യമാര് മിക്കവാറും മാലാഖമാരെ പോലെയാണ്. കാരണം എപ്പോഴോ അവരിട്ടെറിഞ്ഞ് പോവേണ്ടതാ. അവരിപ്പോഴും കൂടെ നിൽക്കുന്നത് അവർ മാലാഖമാരായിട്ട് തന്നെയാണ്. ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്ഥിതിയൊക്കെ സഹിച്ചും ക്ഷമിച്ചും പുറത്തും ഒക്കെ കൂടെ നിന്ന് നമ്മളെ ട്രീറ്റ് ചെയ്യാനൊക്കെ കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ശരിക്കും മാലാഖമാരെ പോലെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇനി ഉള്ള കാലമെങ്കിലും ഇവരെ ഒരു കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനപ്പുറത്ത് ഞാനൊരു ഭാഗ്യവാനാണ് എന്ന് ചിന്തിക്കുക. ഇവളെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പക്ഷെ ഞാനിങ്ങനെയായി തീരില്ലായിരുന്നു. ഞാനിങ്ങനെ മോശമായിട്ടല്ല, ഞാനിങ്ങനെ നന്നാവില്ലായിരുന്നു എന്ന് ചിന്തിക്കുക. ഭാഗ്യവാനാണ് എന്ന് ചിന്തിക്കുക. അത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അവരോട് നല്ല മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ഭാര്യനെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ്, മറ്റേ ആളുടെ ഭാര്യയെ നോക്കൂ, അയാളുടെ ഭാര്യയെ നോക്കൂ, ഇയാളെ നോക്കൂ, ആ പെണ്ണിനെ നോക്കൂ, അവർക്കൊക്കെ ഇന്ന ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നിനക്ക് മാത്രം എന്താ പറ്റാത്ത, നിനക്കതെന്താ കഴിയാത്തത്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, അവരൊക്കെ വീട്ടിലൊക്കെ അങ്ങനെയാണല്ലോ ഉള്ളത്, നിനക്ക് എന്താ ഇങ്ങനെ പറ്റാത്തത്. നമ്മൾ ചിലപ്പോൾ ഈ അറിഞ്ഞോ അറിയാതെയോ ഈ മറ്റുള്ള പെണ്ണുങ്ങളുമായിട്ട് സ്ത്രീകളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെക്കുറിച്ച് എന്നോടാണ് പറയണമെങ്കിൽ എനിക്കത് ഒരിക്കലും ഇഷ്ടമല്ല. നമുക്ക് മറ്റേ ആൾ അങ്ങനെ ചെയ്യുന്നില്ലേ, മറ്റേ ആള് അങ്ങനെ, ഇയാൾ അങ്ങനെ ചെയ്യുന്നില്ലേ എന്ന് എന്നോട് പറയുകയാണ്. നിങ്ങളെന്ത് മോശകോടനാണ് എന്ന് ഉള്ള രീതിയിൽ നമുക്കൊന്നും അറിയില്ലായിരുന്നു. അയൽവക്കത്തുള്ള പല ആൾക്കാരും നന്നായി ചെയ്യുന്നുണ്ടോന്നും സുഹൃത്തുക്കളൊക്കെ നന്നായി ചെയ്യുന്നുണ്ടോന്നും എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ യാതൊരു താല്പര്യം ഇവരോട് ഉണ്ടാവില്ല. ഇതിനേക്കാളും നല്ലവരാണ് മറ്റേ. അതേസമയം ഞാനാണ് നല്ലതെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കരമായ സംഭവമായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ മിടുക്കനാട്ടോ, നിങ്ങൾ അവരെക്കാളൊക്കെ നല്ലതാണ് എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുപാട് കാര്യം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത്രയും ചെയ്തിട്ട് നമുക്ക് അതല്ല കേൾക്കുന്നത്, നമുക്ക് വേറെ ചില കാര്യങ്ങൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സൗന്ദര്യം പോലും ചിലപ്പോൾ നമ്മുടെ സൗന്ദര്യ സങ്കല്പം പോലും വെച്ചിട്ട് ചിലപ്പോൾ നോക്കും, മറ്റേ ആളുടെ മുടി നോക്കിക്കുകയും മറ്റേ ആളുടെ നിറം നോക്കിക്കുകയും മറ്റേ ആളുടെ തടി നോക്കിക്കുകയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയും. ഇതൊന്നും എല്ലാം കൂടി ഒരാൾക്കൊട്ടും ഒരിക്കലും ഉണ്ടാവില്ല. ഒരാൾക്ക് മുടി ഉണ്ടാവും, ഒരാൾക്ക് തടി ഉണ്ടാവും, ഒരാൾക്ക് സൗന്ദര്യം ഉണ്ടാവും, ഒരാൾക്ക് നിറം ഉണ്ടാവും. അങ്ങനെ പല സ്ത്രീകളിലായിരിക്കും ഓരോരോ ക്വാളിറ്റി അല്ലേ. അതെല്ലാം ചൂണ്ടിക്കാണിച്ചത് എല്ലാം കൂടി ഇവിടെ ഉണ്ടാവണം എന്നാണ് ചിലപ്പോൾ നമ്മളത് ആവശ്യപ്പെടുന്നത്. നിനക്കതില്ല, നിനക്കതില്ല, നിനക്കതില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഉള്ള കുറെ സാധനമുണ്ട്, അത് ബാക്കിയുള്ളവരായിരിക്കും പറയും. അപ്പൊ ശരിക്കും അത് ഉണ്ടാക്കി വെക്കുന്ന ഒരു എഫക്റ്റ് ഭയങ്കരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, അത് ഈ ഇടയ്ക്ക് ഇങ്ങനെ വിള്ളൽ വീണോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ഇങ്ങനെ ബന്ധത്തിൽ ഇങ്ങനെ വിള്ളൽ വീഴുന്നത് നമ്മൾ അറിയേയില്ല. ചെറിയ ചെറിയ വിള്ളൽ വീണ് അവിടെ വീണ്ടും വെള്ളം വീണ് അത് ഇങ്ങനെ വലുതായി 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 അവസാനമാകുമ്പോൾ രണ്ട് പരിചയക്കാരെ പോലെ വീട്ടിൽ താമസിക്കുന്ന രണ്ട് പേരായി മാറും. അറിഞ്ഞ് ഈ അടുപ്പം പോയിട്ട് ഒരു അപരിചിതരായ രണ്ട് പേര് സത്രത്തിൽ താമസിക്കുന്ന പോലെ, ഒരു വീടിന്റെ കീഴിൽ ഒരു കൂരയുടെ കീഴിൽ കഴിയുന്ന രണ്ട് അപരിചിതരെ പോലെ പല കുടുംബങ്ങളും കഴിയുന്നത് അപരിചിതരെ പോലെയാണ്. മറ്റേയാൾ എന്താ ചെയ്യണതോ എവിടേക്കാ പോണെന്നോ എന്തൊക്കെയാണുള്ളതെന്നോ ഒന്നും അറിയേയില്ല, ചോദിക്കില്ലാത്ത ഒരവസ്ഥയിൽ പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം ഇതിലൊക്കെ തന്നെയാണ്. അതുപോലെ രണ്ടു കൂട്ടർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടാവും, ജോലികളുണ്ടാവും. ഈ ഉത്തരവാദിത്തങ്ങളും ജോലികളും പരസ്പരം കയറി സഹായിക്കുക. ഞാൻ സഹായിക്കാം, ഞാൻ എന്തെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് അടുക്കളയിലാണ് പണിയെടുക്കുന്നതെങ്കിൽ അവിടെ കറിക്ക് അരിഞ്ഞു കൊടുക്കാനോ ഉള്ളി അരിഞ്ഞു കൊടുക്കാനോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പണിക്ക് ഒന്ന് സഹായിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഡ്രസ്സ് അലക്കുകയോ ആണ് എങ്കിൽ അതിന് പോയി, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഞാൻ കൂടണം എന്ന് ചോദിച്ച് ആ ജോലികളിലൊന്ന് പോയി സഹായിക്കാൻ നിൽക്കുകയാണ് എങ്കിൽ അതൊരു വലിയ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്, പരസ്പരം ജോലിയിൽ സഹായിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്താല് നമുക്ക് നമ്മുടെ കുടുംബത്തില് കുറച്ചും കൂടി രസകരമായിട്ട് പോകാൻ കഴിയും. ഇതിനൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് പറയാനുള്ള ഒരു സംഗതി, മറ്റേ ആളെ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് മറ്റേ ആളെ എത്ര മനസ്സിലാക്കിയാലും ഒരു 70% കൂടുതലൊന്നും നമുക്ക് അയാളെ മനസ്സിലാവില്ല. പരമാവധി 80% മനസ്സിലാവുള്ളൂ.
അത് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്ക് ഒരാളെ കുറിച്ച് 4 തരത്തിലാണ് ഒരാളുടെ സ്വഭാവം ഉള്ളതെന്നാ പറയണേ. അതായത് ഒരു സമചതുരം വരച്ചിട്ട് അതിന്റെ നടുവിലൂടെ 2 കള്ളി വരച്ച് 4 കളങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാല് അതിൽ ഒന്നാമത്തെ കളം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന എന്റെ സ്വഭാവമാണ്. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന എന്റെ സ്വഭാവം. എന്റെ സ്വഭാവം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത്